നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഋഷിക്ക് ഗർഭധാരണത്തെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെ അറിയാമായിരുന്നു? ആ പുരാതന ജ്ഞാനം എങ്ങനെയാണ് ഇന്നത്തെ മോഡേൺ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ആശയത്തിന്റെ കേന്ദ്രം വാഗ്ഭടൻ എന്നൊരു പുരാതന ആയുർവേദ ആചാര്യനാണ്. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഗർഭകാലമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രോഗ്രാമിംഗ് ഫേസാണ്. ശരിക്കും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ജീവിതത്തിന്റെ ആ ഒരു ബേസിക് കോഡ് എഴുതുന്ന സമയം. അപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം ഇതാണ്: ഇന്നത്തെ മോഡേൺ ജെനറ്റിക്സ് ഒക്കെ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിന്റെ ഈ ഒരു ബ്ലൂ പ്രിന്റ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നമുക്കിതിന്റെ ഉത്തരമൊന്ന് തേടിപ്പോവാല്ലേ? അപ്പോ നമുക്കാദ്യം ആ പുരാതന ബ്ലൂ പ്രിന്റിലേക്ക് ഒന്ന് കടക്കാം. എന്തായിരുന്നു വാഗ്ഭടൻ വരച്ചുകാട്ടിയ ആ രൂപരേഖ എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് വലിയ കണ്ടുപിടുത്തങ്ങളായി ആഘോഷിക്കുന്ന പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വെറുതെ കുറെ തിയറികൾ മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ പ്രാക്ടിക്കൽ നിർദ്ദേശങ്ങൾ വരെ അതിൽ കാണാം. ഇനി ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് വരാം. ഈ പുരാതന അറിവുകളോട് ഇന്നത്തെ ശാസ്ത്രം എവിടെയൊക്കെയാണ് യോജിക്കുന്നത്? അത് കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. വാഗ്ഭടൻ പറഞ്ഞതെന്താ? അമ്മ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ സ്ട്രെസ്, അവരുടെ ദിവസേനയുള്ള ജീവിതരീതി, ഇതെല്ലാം ഗർഭത്തിലുള്ള കുഞ്ഞിന്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുമെന്ന്. ഇനി മോഡേൺ സയൻസ് എന്തു പറയുന്നു നോക്കൂ. എപ്പിജെനറ്റിക്സ് എന്നൊരു പുതിയ ശാസ്ത്രശാഖയുണ്ട്. അത് പഠിക്കുന്നത് ഇതേ കാര്യമാണ്. അതായത് നമ്മുടെ ജീനുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതശൈലി പോലും അടുത്ത തലമുറയുടെ ജീനുകളെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കാരണമാകും. ശരിക്കും പറഞ്ഞാൽ വാഗ്ഭടൻ പറഞ്ഞ അതേ കാര്യം. ഇനി അമ്മയുടെ വികാരങ്ങളുടെ കാര്യമെടുക്കാം. വാഗ്ഭടൻ പറഞ്ഞു, അമ്മയുടെ പേടി, ദേഷ്യം, സങ്കടം ഇതൊക്കെ കുഞ്ഞിന്റെ സ്വഭാവത്തിൽ അതേപടി പ്രതിഫലിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അതിശയോക്തിയായി തോന്നാം, അല്ലേ? എന്നാൽ സയൻസിന് തെളിയിക്കുന്നതെന്താണെന്നോ? അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ് ഹോർമോണുകൾ കുഞ്ഞിലേക്കെത്തുകയും അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. ഭാവിയിൽ ഉത്കണ്ഠ, ADHD പോലുള്ള പ്രശ്നങ്ങൾക്ക് വരെ ഇത് കാരണമാകാം. അപ്പോ ആ പുരാതന നിരീക്ഷണം എത്ര കൃത്യമായിരുന്നു! മറ്റൊരത്ഭുതം ഇതാണ്: വാഗ്ഭടൻ ഗർഭകാലത്തെ ഓരോ മാസത്തേക്കും പ്രത്യേക പോഷകാഹാരം നിർദ്ദേശിച്ചിരുന്നു. കാരണം ഓരോ മാസവും ഓരോ പ്രത്യേക അവയവങ്ങളാണ് വളരുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്നത്തെ എംബ്രിയോളജി നോക്കിയാൽ നമുക്കറിയാം, ഓരോ ട്രൈമസ്റ്ററിലും ഓരോ ഓർഗൻസാണ് ഡെവലപ്പാകുന്നത്. അതിന് പ്രത്യേക ന്യൂട്രിയൻസ് ആവശ്യമാണ്. ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ അതേ ടൈം ലൈൻ ഒരു പുരാതന ഋഷി എങ്ങനെ മനസ്സിലാക്കി? അതുകൊണ്ടാണ് വാഗ്ഭടൻ പറഞ്ഞത്, ആഹാരമാണ് ആദ്യത്തെ ഔഷധമെന്ന്. ആരോഗ്യവാനായ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പവർഫുൾ ടൂൾ ഭക്ഷണമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ന് ഫുഡ് ഇസ് മെഡിസിൻ എന്ന് മോഡേൺ സയൻസ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ പുരാതന ജ്ഞാനത്തെയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ശാസ്ത്രം അംഗീകരിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ശാസ്ത്രം ഇപ്പോൾ മാത്രം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ചില ആശയങ്ങളിലേക്ക് പോകാം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. സാധാരണ ഗർഭധാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും അമ്മയെക്കുറിച്ചാണ് പറയാറ്, അല്ലേ? എന്നാൽ വാഗ്ഭടൻ പറയുന്നു, ഇത് അമ്മയുടെ മാത്രം കാര്യമല്ലെന്ന്. നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരാളുണ്ട്, അച്ഛൻ. അച്ഛന്റെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഇന്ന് സ്പേം എപ്പിജെനറ്റിക്സ് എന്നൊരു പഠനശാഖയുണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അച്ഛന്റെ ഡയറ്റ്, സ്ട്രെസ്, ജീവിതശൈലി ഇതെല്ലാം ബീജത്തിലുള്ള ജനിതക വിവരങ്ങളെ വരെ മാറ്റിയെഴുതും. അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബുദ്ധിയെയും വരെ സ്വാധീനിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വാഗ്ഭടൻ ഇതിനെ ശുക്രഗുണം എന്ന് വിളിച്ചു, അതായത് ബീജത്തിന്റെ ഗുണമേന്മ. നോക്കൂ, ഒരേ ആശയം, രണ്ട് കാലഘട്ടങ്ങൾ. ഇനി ഗർഭസംസ്കാരമെന്ന ആശയത്തെക്കുറിച്ച് നോക്കാം. വയറ്റിലുള്ള കുഞ്ഞിന് പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാം, സംഗീതം ആസ്വദിക്കാം, സ്പർശനമറിയാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശാസ്ത്രവും ഇത് സമ്മതിക്കുന്നു. പക്ഷേ ഈ ശബ്ദവും സംഗീതവും മന്ത്രങ്ങളുമൊക്കെ ഒരു കുഞ്ഞിന്റെ വികാസത്തെ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിക്കും? പുരാതന ഭാരതീയർക്ക് ഇതിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ശാസ്ത്രം ഇപ്പോഴും ഇതിന്റെ പൂർണ്ണമായ മെക്കാനിസം പഠിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അപ്പോ ശാസ്ത്രത്തിനെ വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു പടി കൂടി കടന്ന് ഇന്നത്തെ ശാസ്ത്രത്തിന് പോലും പിടികൊടുക്കാത്ത ചില ആശയങ്ങളിലേക്ക് പോകാം. ഇവിടെയാണ് പുരാതന ജ്ഞാനം നമ്മളെ ശരിക്കും വെല്ലുവിളിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഇന്നത്തെ മോഡേൺ സയൻസിന് മുന്നിൽ ഇപ്പോഴും ഒരു രഹസ്യമായി നിൽക്കുന്ന ആ വലിയ ചോദ്യങ്ങൾ? നമുക്കൊന്ന് നോക്കാം.
ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കോംപ്ലക്സ് ആകുന്നത്. വാഗ്ഭടൻ പറയുന്ന ചില കാര്യങ്ങൾ നോക്കൂ. ബോധം എപ്പോഴാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്? മുൻജന്മത്തിലെ സ്വഭാവങ്ങൾ ഒരു കുട്ടിയിലുണ്ടാകുമോ? പ്രാണൻ അഥവാ ജീവശക്തി എന്നൊന്നുണ്ടോ? ഇതൊന്നും ഇന്നത്തെ ടെക്നോളജി വെച്ച് അളക്കാനോ തെളിയിക്കാനോ പറ്റില്ല. ശാസ്ത്രത്തിന് ഇതിന് ഉത്തരമില്ല. പക്ഷേ ഒരു ചെറിയ സൂചനയുണ്ട്. പൂർവികർ അനുഭവിച്ച മാനസികാഘാതങ്ങൾ പോലും ജീനുകളിലൂടെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാമെന്ന് ട്രാൻസ്ജനറേഷണൽ എപ്പിജെനറ്റിക്സ് പറയുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു തുടക്കമായിരിക്കാം. അപ്പോ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് ചുരുക്കി നോക്കാം. നമ്മൾ സംസാരിച്ചത് ജീവിതത്തിന്റെ ആദ്യത്തെ പ്രോഗ്രാമിങ്ങിനെക്കുറിച്ചാണ്, ഒരു മനുഷ്യന്റെ അടിസ്ഥാന കോഡിംഗ് നടക്കുന്ന ആ നിർണായക ഘട്ടത്തെക്കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും. വാഗ്ഭടൻ നമുക്ക് ആ ഒറിജിനൽ സോഴ്സ് കോഡ് തന്നു. ഇന്നത്തെ ശാസ്ത്രം ആ കോഡിനെ ഡീകോഡ് ചെയ്യാനും അതിലെ ഓരോ ഭാഗവും എന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കുറേ ഭാഗം അവർക്ക് മനസ്സിലായി. പക്ഷെ ആ കോഡിലെ ഏറ്റവും സങ്കീർണമായ ഫംഗ്ഷനുകൾ എന്താണെന്ന് ഇന്നും ഒരു പിടിയുമില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വാഗ്ഭടൻ വിവരിച്ച ആ സങ്കീർണമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്നത്തെ സയൻസ് മനസ്സിലാക്കി തുടങ്ങുന്നതേയുള്ളൂ. ഇതൊന്നും വെറും കെട്ടുകഥകളല്ല. ഒരുപക്ഷേ ഭാവിയിലെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ഒരു വഴികാട്ടിയായിരിക്കാം ഈ പുരാതന അറിവുകൾ. അപ്പോ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വെട്ടുതന്നുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരു ഗർഭസ്ഥ ശിശു സ്വന്തം സൃഷ്ടിയിൽ വെറും കാഴ്ചക്കാരൻ മാത്രമാണോ, അതോ അതിൽ ബോധപൂർവം പങ്കെടുക്കുന്ന ഒരാളാണോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവന്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളിലേക്ക് ഒരുപക്ഷേ ഈ ചോദ്യം നമ്മളെ എത്തിച്ചേരിക്കാം.